അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഖുർആൻ അറിയാത്തവർക്ക് വേണ്ടി, ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു കഥ പറയാൻ. എന്താണ് കഥ? ലോകം അടക്കി ഭരിച്ച ചക്രവർത്തി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു കഥ. അല്ലാഹു എന്തിനാ കഥ പറയാ? സാധാരണ സീരിയലുകാരൻ കഥ പറയണ മാതിരിയല്ല. എന്തിനാണ് അല്ലാഹു കഥ പറയുന്നത്? ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അല്ലാഹുവിന്റെ ഖുർആൻ കഥ പറഞ്ഞാൽ ആ കഥയിൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അല്ലാഹു നമ്മളെ ചിന്തിക്കുന്നവരാക്കട്ടെ. ആമീൻ പറ. ഖുർആൻ കേട്ടാ ചിന്തിക്കണം. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണം ഞാൻ അവസാനം പറയാം. ഈ കഥ കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മരംകുത്തി ഉണ്ടായിരുന്നു. ഹുദ്ഹുദ് എന്നാണ് എന്റെ പേര്. എന്റെ പേര് ഹുദ്ഹുദ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ലോക ചക്രവർത്തിയാണ്. കാറ്റാണ് വാഹനം. കാറ്റിന്റെ വേഗതയിൽ എവിടെയും എത്തും. സുലൈമാൻ നബിക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് രണ്ട് തുറമുഖമുണ്ടായിരുന്നു. ഒന്ന് വാഫാർ, അതാണ് കോഴിക്കോട് ബേപ്പൂർ. വാഫാർ ബേപ്പൂരാണത്. ചരിത്രത്തിൽ കാണാം. ഇതൊന്നും ആരും കേട്ടിട്ട് ട്രോളാനൊന്നും നിൽക്കണ്ട. ചരിത്രം പോയി പഠിച്ചാൽ മതി. വിവരമില്ലാത്തവന്മാർക്കാണ് പിന്നെ എന്ത് കേട്ടാലും അതിനകത്ത് പിന്നെ ട്രോളണോ എന്ന് തോന്നണത്. ചരിത്രം പഠിക്കാൻ. വാഫാർ ഒന്ന് ബേപ്പൂരൻ. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ പ്രവാചകനാണ് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബിക്ക് ഒരു വളർത്തുപക്ഷി ഉണ്ടായിരുന്നു, ഹുദ്ഹുദ്. എല്ലാ ദിവസവും രാവിലെ ഹുദ്ഹുദ് കൊട്ടാരത്തിൽ നിന്ന് പോകും. നാട് മുഴുവനും കറങ്ങി നടന്ന് വൈകുന്നേരമാകുമ്പോ കാണുന്ന വിശേഷങ്ങൾ മുഴുവനും സുലൈമാൻ നബിയോട് പറഞ്ഞു കൊടുക്കുന്ന സുലൈമാൻ നബിയുടെ ഒരു CIA ആയിരുന്നു ഹുദ്ഹുദ്. ഹുദ്ഹുദിന്റെ ജോലി നമ്മുടെ ചില പെണ്ണുങ്ങളുടെ ജോലിയാണ്. രാവിലെ ഇറങ്ങുക, നാട് മുഴുവൻ കറങ്ങുക, ആവശ്യമുള്ളതൊക്കെ പിടുങ്ങുക, എന്നിട്ട് വൈകുന്നേരം വന്ന് ആരോടെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്ന 1000 നോട്ടീസിന്റെ പ്രതിഫലം ചെയ്യുന്ന ചില പെണ്ണുങ്ങളുടെ ജോലിയാണ് സുലൈമാൻ നബിയുടെ ഹുദ്ഹുദിന്. രാവിലെ പോകും, വൈകുന്നേരമാകുമ്പോൾ മുഴുവൻ ന്യൂസുകളും പിടിച്ചോണ്ട് വരുന്ന ഒരു ചാരനായിരുന്നു ഹുദ്ഹുദ് എന്ന മരംകുത്തി. ഒരു ദിവസം സുലൈമാൻ നബി വൈകുന്നേരം കൊട്ടാരത്തിൽ ഉലാത്തുകൺ. ആ സമയത്ത് സാധാരണ മരംകൊത്തി തിരിച്ചു വരേണ്ടതാണ്. കണ്ടില്ല, താമസിച്ചു. വാർത്ത അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാവൂലോ നമുക്ക്, ഇല്ലേ? ഏതൊരു കാര്യവും നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ പരിണിത ഫലം ലാസ്റ്റ് എന്താണ് എന്നറിയാനൊരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവൂലോ? ഉണ്ടാവൂല. ബ്ലാസ്റ്റേഴ്സ് ആണോ ജയിച്ചത്, അതല്ല കൊൽക്കട്ടയാണോ എന്ന് അറിഞ്ഞിട്ടാണ് കൂട്ടുകാർ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ എന്താ ഒരറിയാനുള്ള ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇപ്പൊ തോറ്റാലും ജയിച്ചാലും റാഫി ഗോളടിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാനൊരു വകയുണ്ട് താനും. ഞാൻ ഹുബ്ബുർ റസൂൽ റാഫിക്ക് വേണ്ടി ദുആ ചെയ്തു. ഏതായാലും ഗോള് ഫൈനലൊരെണ്ണം വീണ്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നല്ല ഭാവി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞു വന്നേ? ഇപ്പൊ സദസ്സ് എന്റെ വഴിക്ക് വന്നു. ഇതൊന്ന് വരണമെങ്കിൽ വലിയ പാടാ. ഇത്രയും കഴിഞ്ഞ ഒരു സദസ്സിനെ എന്റെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ വലിയ പാടാണിത്. ആ ഹുദ്ഹുദിനെ വൈകുന്നേരമായിട്ട് കാണാനില്ല. വാർത്ത അറിയാനുള്ള വ്യഗ്രതയിൽ സുലൈമാൻ നബി ഇങ്ങനെ കാത്തു നിൽക്കുക. കുറെ നേരമായിട്ടും കാണുന്നില്ല. അപ്പോ മഹാനായ സുലൈമാൻ നബി പറഞ്ഞു അത്രേ, ഖുർആൻ ഇത് പറയാ. സൂറത്തുൻ നംല്, وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. ഇതൊന്നും മുഹമ്മദ് കബീർ സ്വന്തം വാക്കിൽ വളർത്തുന്നതല്ല. അള്ളാന്റെ ഖുർആനാണ്. നമ്മൾ ഓതി അറിയാതെ കടന്നുപോയ ഭാഗങ്ങളാണിത്.
വായാന സമയം വൈകിയായിട്ട് ഹുദ്ഹുദിനെ കാണാതിരുന്നപ്പോ സുലൈമാൻ നബി ചോദിച്ചു, പത്ര ഹുദ്ഹുദ് ഇവിടെ പോയി? പതിവ് സമയമായിട്ടും ഹുദ്ഹുദ് കൊട്ടാരത്തിലേക്ക് വരുന്നില്ലല്ലോ. ലൗ അദിബന്നഹു അദാബൻ ശദീദാ ഔ ലഅദ്ബഹന്നഹു ഔ ലയതിയനി ബിസുൽത്താനി മുബീൻ. താമസിച്ചു വരുന്നതിന് പകരമായി ഒന്നുകിൽ ഞാൻ ഇന്ന് ഹുദ്ഹുദിനെ അടിച്ച് ശരിയാക്കും, ഔ ലഅദ്ബഹന്നഹു, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ കഴുത്തെടുത്തു മാറ്റിക്കളയും. എന്തേ സമയമായിട്ടും ഹുദ്ഹുദ് വരുന്നില്ല? ഇങ്ങനെ സുലൈമാൻ നബി ദേശം പിടിച്ചിട്ട് ഹുദ്ഹുദ് വരാത്ത അരിശത്തിൽ നടക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഫമക്കത ഗൈറ ബഈദ്, തെല്ലും താമസിച്ചില്ല. മലയാള ഭാഷയിൽ അങ്ങനെയാണ്, തെല്ലും താമസിച്ചില്ല. ഫമക്കത ഗൈറ ബഈദ് ഫഖാല അഹത്തു ബിമാ ലം തഹത്തു ബിഹി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫമക്കത ഗൈറ ബഈദ്, കുറെ തെല്ലുന്ന മാന്തിച്ചില്ല. ഓടി വന്ന് പറന്നു വന്ന് ഹുദ്ഹുദ് തന്നെ മുമ്പിൽ നിന്നപ്പോ ഹുദ്ഹുദിനെ അടിക്കാൻ കയ്യോങ്ങിയ സുലൈമാൻ നബിയോട് ആ ഹുദ്ഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, എന്നെ നിങ്ങളെ ശിക്ഷിക്കാതിരുന്നാൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ ആ വാർത്ത നിങ്ങളോട് ഞാൻ പറയാം സുലൈമാൻ നബിയെ. ഖുർആനാണിത് പറയുന്നത്. നരകത്തെക്കുറിച്ച് പറഞ്ഞു പേടിപ്പിച്ച, സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാശിപ്പിച്ച, മരണത്തിന്റെ ഭയാനതകളെ വിവരിച്ചു തന്ന, എപ്പോഴും കരയണേ ചിരിക്കല്ലേ എന്ന് നമ്മളോട് അടിക്കടി പറഞ്ഞ ഫല്യൽഹഖൂ ഖലീലാ വൽബകൂ കസീറാ, നിങ്ങൾ നന്നായിട്ട് കരയണേ 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 എന്ന് കണ്ണുനീരിന്റെ പ്രാധാന്യം പറഞ്ഞ അതേ ഖുർആനാണ് നമ്മളോട് സംഭവം പറയുന്നത്. സുലൈമാൻ നബിയെ, ഞാൻ നിങ്ങൾക്കൊരു ചൂടുവാർത്ത പറഞ്ഞു തരാം. ഹുദ്ഹുദ് പറഞ്ഞ എന്നെ അടിക്കാതിരുന്നാൽ, എന്നെ കൊല്ലാതിരുന്നാൽ ഒരു ചൂടുവാർത്ത എന്റെ കയ്യിലുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സുലൈമാൻ നബി വെട്ടില് വീണു. അടിച്ചാ പിന്നെ ഇത് പറയൂല, അടിച്ചാ പിന്നെ ഇത് പറയൂല. അപ്പോ സുലൈമാൻ നബി പറഞ്ഞു, ശരി, എന്നാ നിന്നെ ഞാൻ അടിക്കുന്നില്ല. എന്താ നിനക്കിന്ന് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ആ സമയത്ത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയോട് ഹുദ്ഹുദ് പറഞ്ഞൊരു സംഭവം ഖുർആൻ ഉദ്ധരിക്കുകയാ. ഹുദ്ഹുദ് പറഞ്ഞു, പത്ര സുലൈമാൻ നബിയെ, രാവിലെ പശ്ചിമ ചക്രവാളത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് പറന്നുയർന്ന് ലോകം മുഴുവൻ ഞാൻ പറന്ന് നടക്കവേ ഞാൻ പറന്ന് സബ എന്ന് പറയുന്ന രാജ്യത്തെത്തി. ബലഭൂയിഷ്ടമായ നാട്, സസ്യശ്യാമളമായ നാട്, ഹരിതാപമായ നാട്. ആ നാട്ടിൽ ഞാൻ പറന്നെത്തവേ ഞാൻ അറിഞ്ഞ അത്ഭുതമേടെന്നറിയോ? ആ നാട് ഭരിക്കുന്ന ഞാനെന്നറിയോ? ഇന്നീ വജത്തും തംലികുഹും വഊതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ ആ ഫലഭൂയിഷ്ടമായ സഭ ഭരിക്കുന്നത് അവിടെ ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ. നിങ്ങൾ അറിയാതെ ലോക ചക്രവർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നു. നിങ്ങൾ അറിയാത്തൊരു സ്ഥലമുണ്ട്, സഭ എന്ന സ്ഥലമാ. അവിടെ ആ നാട് ഭരിക്കുന്നതാണല്ല ഒരു പെണ്ണാണ് എന്ന് മാത്രമല്ല, ആ പെണ്ണിനോ വരഹാറുഷുനലീ, ആ പെണ്ണിരിക്കുന്നത് രത്നഖചിതമായ മരതക രത്നങ്ങൾ പതിച്ച സുന്ദരമായൊരു സിംഹാസനം അവൾ കൊണ്ട് സുലൈമാൻ നബിയെ. ആ സിംഹാസനത്തിനാണ് ആ പെണ്ണിരുന്നിട്ട് നാട് ഭരിക്കുന്നത്. ഈ കഥ നന്നായിട്ട് കേട്ടിട്ട് അവസാനം ഞാൻ ട്വിസ്റ്റ് പറയും, അവിടെ വരെ നോക്കിയിരിക്കണം. ഇപ്പൊ എല്ലാരും കഥ കേൾക്കാൻ ഉഷാറായി. ആറ്റവും ആഹ്റവും പറഞ്ഞ ആർക്കും വലിയ ഗുണമില്ല, ശാസ്ത്രം പറഞ്ഞ ആർക്കും വേണ്ട. കഥ കേൾക്കാൻ എന്താ ജിജ്ഞാസ? സുലൈമാൻ നബി അവിടെ ഭരിക്കുന്നത് ഒരു പെണ്ണാണ്. ആ പെണ്ണിനാണെങ്കിലോ സുന്ദരമായ ഒരു രാജസിംഹാസനമുണ്ട്, മരതക രത്നങ്ങൾ പതിച്ചൊരു സിംഹാസനം. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ലോകമടക്കി ഭരിക്കുമ്പോ ഞാൻ അറിയാത്തൊരു നാട്ടിൽ ഒരു പെണ്ണ് ഭരിക്കുകയോ എന്ന് മാത്രമല്ല, ഇന്നമാ ബഹുമാനപ്പെട്ട ഹുദ്ഹുദ് സുലൈമാൻ നബിയോട് പറഞ്ഞു, അത്രേ സുലൈമാൻ നബിയെ, വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി, അവളും അവളുടെ നാട്ടുകാരും അല്ലാഹുവിന് സുജൂദ് ചെയ്യില്ല. അവര് സൂര്യനെ ആരാധിക്കുന്നവരാണ്, അവര് സൂര്യനെയാണ് സുജൂദ് ചെയ്യുന്നത് സുലൈമാൻ നബിയെ.
നിങ്ങളറിയാത്ത ഒരു നാട്ടിൽ സുന്ദരമായ ഒരു സിംഹാസനത്തിൽ ചാരിയുന്ന ഒരു പെണ്ണ് ഭരിക്കുന്നുണ്ട്. ആ പെണ്ണ് നാട്ടുകാർ സൂര്യനെയാണ് ആരാധിക്കുന്നത്, അള്ളാനെ അല്ല. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. സബ ഭരിച്ച രാജ്ഞി, സബ ഭരിച്ച രാജ്ഞിയുടെ പേരെന്താ? സബ ഭരിച്ച രാജ്ഞിയുടെ പേരെന്താ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരടാപ്പാ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഒന്നും? ഈ കഥ കേട്ടിട്ടില്ലേ? ശരി, നിങ്ങൾ സഭ ഭരിക്കുന്ന രാജ്ഞിയുടെ പേരേതാ? അങ്ങനെ പറ. പഴയ മാർക്കോസിന്റെ ഒരു മാപ്പിളപ്പാട്ടുണ്ട്, ഓർമ്മ വരുന്നില്ല എനിക്ക്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അത് പഠിച്ച ആ നാട് ഭരിച്ച പെണ്ണാണ് ബൽക്കീസ്. ഇത് കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, കഥ മുഴുവൻ പറയാൻ സമയമില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നൊരു കത്തെഴുതിയിട്ട് വധുഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. മഹാനായ സുലൈമാൻ നബി കത്തെഴുതുകയാണ്, ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും പരമദയാലുമായ അള്ളാഹുവിന്റെ നാമത്തിൽ പ്രവാചകനായ സുലൈമാൻ നബി ബൽക്കീസിന് എഴുതുന്ന കത്താണിത്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. ബൽക്കീസേ, സൂര്യനെ ഉപേക്ഷിച്ചിട്ട് ഏകനായ അള്ളാഹുവിനെ വണങ്ങുന്ന മുസ്ലിമായിട്ട് നീ എന്റെ മുമ്പിലെത്തിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ആക്രമിച്ച് കീഴ്ച്ചെടുത്തുമെന്ന് സുലൈമാൻ നബി കത്തെഴുതിയിട്ട് ഹുദ്ഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഹുദ്ഹുദ് അതുകൊണ്ട് പോയി സിംഹാസനത്തിക്കുന്ന ബൽക്കീസിന്റെ മുമ്പിലിട്ടിട്ട് ഹുദ്ഹുദ് എന്ന പക്ഷി സിംഹാസനത്തിന്റെ പുറകിൽ മറഞ്ഞിരുന്നു. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഉടനെ തന്നെ ബൽക്കീസ് മന്ത്രിസഭാ യോഗം വിളിച്ചു. മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മുക്കാത്ത മന്ത്രിയെയും പ്രതിരോധ മന്ത്രി എല്ലാ മന്ത്രിയെയും ബൽക്കീസ് വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുലൈമാൻ നബിയുടെ കത്ത് വന്നിട്ടുണ്ട്. എന്താ കത്ത്? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായിട്ട് ലോകത്ത് ഉപയോഗിച്ചതാരാ? നമ്മളല്ല, സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തുൻ നംല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമം ആദ്യം ഉപയോഗിച്ചത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയാണ്. ഖുർആൻ സൂറത്തുൻ നംല് കത്തെഴുതി. എന്നിട്ട് ഹുദ്ഹുദ് സിംഹാസനത്തിന്റെ പുറകെ ഒളിച്ചിരുന്നു. എന്നിട്ട് അവിടെ ഒരു കൂടിയാലോചന നടത്തിയൊക്കെ ഖുർആൻ 12 ആയത്തുകൾ. ഈ സംഭവം ഏതാണ്ട് 3 പേപ്പർ നിറച്ച് കഥയാണ്. എന്തിനാ ഇത് പറഞ്ഞത്? കഥ കേട്ടിട്ടിരിക്കാന്. അവസാനം മന്ത്രിമാര് വന്ന് നമുക്ക് സുലൈമാൻ നബിയോട് യുദ്ധം ചെയ്യാം. അപ്പോ ബൽക്കീസ് പറഞ്ഞു, ഇല്ല, ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ അഫ്സദൂഹാ വജഅലൂ അഇസ്സത അഹ്ലിഹാ അദില്ല വകദാലിക യഫ്അലൂൻ. നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവസാനം തങ്ങളുടെ രാജ്യത്തിലുള്ള മുഴുവൻ രത്നങ്ങളും സ്വർണവും ഒക്കെ ഒട്ടകപ്പുറത്ത് കയറ്റിവെച്ച് സുലൈമാൻ നബിയെ ഈ തിരുമുൽ കാഴ്ച കൊണ്ടുപോയി സുലൈമാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാൻ ബൽക്കീസ് രാജ്ഞി ഫലസ്തീനിലേക്ക് പോകാൻ. സുലൈമാൻ നബി ഫലസ്തീൻ ഭരിക്കാൻ. നേരെ അങ്ങോട്ട് പോകാൻ, ഫലസ്തീനിലേക്ക് പോകാൻ. 100 കണക്കിന് ഒട്ടകങ്ങളും ഒട്ടകപ്പുറത്ത് വില കൂടിയ രത്നങ്ങളും അമൂല്യ രത്നങ്ങളും ഒക്കെ കയറ്റി വെച്ച് ബിൽക്കീസ് തന്റെ പരിവാരങ്ങളുമായി സുലൈമാൻ നബിയെ അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി. ഇങ്ങോട്ട് വരില്ല, പിന്നെയോ അങ്ങോട്ട് ചെന്ന് കാണാൻ വേണ്ടി പോകാൻ. ആര്? ബൽക്കീസ് രാജ്ഞി. ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നു എന്നറിഞ്ഞപ്പോ നമ്മുടെ സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ഹുദ്ഹുദ് പറന്നു. നേരെ സുലൈമാൻ നബിയുടെ അടുക്കലോട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, അങ്ങേ പാട്ടിലാക്കാനും വസംവദനാക്കാനും 100 കണക്കിന് ഒട്ടകത്തിന് മുകളിൽ അഭൂല്യമായ രത്നങ്ങളുമായി ബിൽക്കീസും പരിവാരങ്ങളും വരുന്നുണ്ട് സുലൈമാൻ നബിയെ എന്ന് സുലൈമാൻ നബിയോട് പറയേണ്ട താമസം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രാജസദസ്സ് വിളിച്ചു. സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ ജിന്നുകളുണ്ട്, മനുഷ്യന്മാരുണ്ട്. അവിടെ തിരുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരെ ജിന്നുകളുമുള്ള സദസ്സിൽ മഹാനായ സുലൈമാൻ നബി വിളിച്ചു ചോദിച്ചു, അത്രേ ബിൽക്കീസ് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് എന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അയ്യക്കും അവളിരിക്കുന്ന സുന്ദരമായ സിംഹാസനം ആരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവെത്തിക്കാനുള്ളത്? ബൽക്കീസ് പുറപ്പെട്ടിട്ട് എന്നെ മുമ്പിലെത്തുന്നതിന് മുമ്പ് അവളിരിക്കുന്ന ഈ ഹുദ്ഹുദ് പറഞ്ഞ സുന്ദരമായ സിംഹാസനമില്ലേ, അതാരാണ് എന്നെ മുമ്പിൽ കൊണ്ടുവന്നു തരിക എന്ന് തന്നെ മുമ്പിൽ നിരന്നിരിക്കുന്ന മനുഷ്യരും ജിന്നുകളുമുള്ള സദസ്സിനോട് ചോദിച്ചപ്പോ ആ സദസ്സിൽ നിന്നൊരു ജിന്നെഴുന്നേറ്റ് നിന്നു. ആ ജിന്നെഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയേ, ഖുർആൻ പറയാ, ഖാല ഇഫ്രീതും മിനൽ ജിന്നി
അന ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക് വഇന്നി അലൈഹി ലകബീയുൻ അമീൻ. സുലൈമാൻ നബിയെ, അങ്ങ് ഇരുന്നിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാ. സുലൈമാൻ നബിയെ, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള, ദിവസങ്ങളോളം വഴി ദൂരമുള്ള ബൽഖീസിന്റെ കൊട്ടാരത്തിരിക്കുന്ന സിംഹാസനം അങ്ങ് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ്